ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക തരം വീഡിയോ ആണ്. പ്രത്യേക തരം വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇന്ന് ദോശ ചുടുകയാണ്. അപ്പോൾ ദോശ ചുടുന്നതെന്ന് എങ്ങനെയെന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. എല്ലാവർക്കും ദോശ ചൂടാൻ അറിയാം. അപ്പോൾ ഞാൻ ചുടുന്ന ദോശ ഇന്ന് ആദ്യമായിട്ടാണ് ഈ പേജിൽ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ ദോശ എങ്ങനെ ചുടുന്നു, ചട്ടി കാണിച്ച് ചട്ടി ഇതാ ചൂടാകുന്നുണ്ട്, ചട്ടി ചൂടാകുന്നത്. അപ്പോൾ ദോശക്ക് ഞാൻ ഇട്ടത് എന്ന് പറഞ്ഞാൽ ഒരു പാവ് ആവശ്യത്തിന് പച്ചരിയും, ഇത് നല്ല സ്പെഷ്യൽ പച്ചരിയും ഒരു പച്ചരിയും, 2 തരം പച്ചരി, പിന്നെ ഇത് സ്റ്റോറിലരി റേഷനിൽ നിന്ന് കിട്ടുന്ന അരി, പിന്നെ നമുക്ക് വേണ്ടത്, പിന്നെ ഇന്ന് ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഉഴുന്ന് ആവശ്യത്തിന് ഇടുക. അപ്പോൾ ആ ഉഴുന്ന് ഇട്ടിട്ട് ഉഴുന്നിൻ്റെ ദോശയാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉഴുന്നിൻ്റെ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം വരും. ഞാൻ പിന്നെ അത് ഫുള്ള് ചട്ടിയെല്ലാം ചൂടാകുന്നുണ്ട്. ഇപ്പോൾ ചൂടായിട്ട് പിന്നെ എണ്ണയെല്ലാം വെക്കും, അതെല്ലാം ഞാൻ ഇവിടെ പരിചയപ്പെടുത്തും. അപ്പോൾ ഞാൻ ചൂടുന്ന ദോശയിന്ന് സ്പെഷ്യലായിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ എണ്ണ വെക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശക്ക് ഞാൻ മാവ് ചെയ്തിട്ടുണ്ട്. മാവ് നോക്കി ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ദോശയുടെ ചട്ടിയിൽ മാവ് വെക്കുകയാണ്. അപ്പോൾ 2 അപ്പോൾ ആ ദോശ ഫുള്ളായിട്ട് വെക്കാം, എങ്ങനെ വേണം വെക്കാം. അപ്പോൾ അതിന് ഞാൻ അടിച്ചു വെക്കുകയാണ്, അടിച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് സമയമാകുമ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഈ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ തന്നെ അതിനൊരു സന്തോഷം വേറെ തന്നെ. അത് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം ദോശ ഉണ്ടാക്കി, ആദ്യമല്ല, പക്ഷെ വീഡിയോ ആയിട്ട് വരുന്ന ആദ്യമാണ് ദോശ. അപ്പോൾ അതിന് പിന്നെ എന്തും അതിൽ കുറവുണ്ടെങ്കിൽ സഹിക്കേണ്ട വരും നമ്മൾ തന്നെ അല്ലേ. അപ്പോൾ അതിലൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറഞ്ഞാൽ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ദോശ ആകുമ്പോൾ അതിലൊരു സന്തോഷം വേറെ തന്നെ ഇല്ലേ. അപ്പോൾ ഇതുപോലെ അരി, പച്ചരി, ഉഴുന്ന് അതെല്ലാം ഇട്ടാൽ നമുക്ക് ദോശ ഉണ്ടാക്കാം. അത് ഉഴുന്നിൻ്റെ ദോശയാണ്. അത് ഏകദേശം ആയിട്ടുണ്ട് ദോശ. അപ്പോൾ അതിന്ന് ഞാൻ എടുക്കുന്നത് അത് ഇതാക്കണ്ടേ. അപ്പോൾ ദോശ ഈസ് വെരി വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ദോശ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നല്ല ക്ലിയർ ആയിട്ട് ചെയ്താൽ അത് നമുക്ക് പെട്ടെന്ന് ഇടാം. ഇത് ഞാൻ മറിച്ചിട്ടൊന്നും ഇടുന്നില്ല, മറിച്ചിട്ടൊന്ന് കടിക്കുന്നു നോക്കിയാൽ ദോശ. അപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് ആക്കി നോക്കാമല്ലോ, ഒന്നുകൂടി ആക്കാം. അതേപോലെ ഞാൻ വെക്കുന്നത്. അപ്പോൾ അതുമല്ലാത്ത എൻ്റെ ചാനൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അഭിപ്രായം, ദോശൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ചെയ്ത ദോശ ആകുമ്പോൾ നിങ്ങളെ അഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയിൽ കൂടി കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നെ മുന്നോട്ട് നിങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ദോശയും ചുട്ടിട്ട് നിങ്ങൾ കാണിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇല്ല, കുറച്ച് സമയമാവണം. അപ്പോൾ ദോശ ഉഴുന്നിൻ്റെ ദോശയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ സ്വന്തം ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് ഇവിടെ ഞാൻ കാണിച്ചത്. ഓക്കെ. അപ്പോൾ ഏകദേശം വെന്തിട്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം ചുടുമ്പോൾ കുറച്ച് സമയം എടുത്തു. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ. ഓഹോ.